share, subscribe. Be with Beardman. ഹായ് ഹലോ വെൽക്കം ടു ബി വിത്ത് ബിയർഡ്മാൻ. അപ്പോൾ ഇന്ന് ബിയർഡ്മാൻ്റെ ഷോ ഞങ്ങളിന്ന് പോകുന്നത് അട്ടപ്പാടിയിലേക്കാണ്. അട്ടപ്പാടിയുടെ മനോഹരമായ ഭംഗി നമ്മൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നൊരു പ്രത്യേകത ഉണ്ട്, ഗോപ്രോ 9 വാങ്ങിയിട്ട് ആദ്യത്തെ ഷൂട്ട് കൂടിയാണെന്ന്. അപ്പോൾ 9 സീരീസ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ വളരെ കുറച്ച് പേരെ കയ്യിലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളാണ് ഏതായാലും നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിന്ന് കംപ്ലീറ്റ് ഇനി മുതൽ അങ്ങോട്ട് ഷൂട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും നിൻ്റെ കൂടെ ഉള്ളത് ഇവിടെ നേരെ ബാക്കിൽ കൈയാണെങ്കിൽ അർജുനുണ്ട്, വിഷ്ണുണ്ട്, ബദറുണ്ട്. ബദറു അതുപോലെ നമ്മളെ അന്നത്തെ നമ്മുടെ പ്രിയപ്പെട്ട സാരഥി ഷബീർ അലിയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ കാണാം, ഒരു പൊളി വീഡിയോ ഒന്ന് പ്രതീക്ഷിക്കണം. നമ്മളങ്ങനെ തെങ്കര എത്തിക്കഴിഞ്ഞു. അപ്പോൾ തെങ്കരയിൽ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നല്ല നല്ല വ്യൂ ആണ്. എൻ്റെ പൊന്നോ, പിന്നുകൾ നമ്മൾ കയറാൻ തുടങ്ങി. ഇപ്പം നമ്മളിപ്പോൾ എത്ര പിന്ന് കയറിയിട്ടുണ്ടാവും? എത്ര പിന്ന് കയറിയിട്ടുണ്ടാവും അല്ലേ? ഇതാ ഫസ്റ്റ്. ഓക്കെ റൈറ്റ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ്. അഗളി ഗ്രാമപഞ്ചായത്താണിത്. അഗളിയിലേക്കാണ് നമ്മൾ സ്റ്റാർട്ടിങ്. ഫസ്റ്റ് എയർ പിന്നാണ് നമ്മൾ കയറാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് സംഭവം നമ്മൾ താഴ്ന്ന് ഫസ്റ്റ് എയർ പിന്ന് ഫസ്റ്റ് കയറി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെ അട്ടപ്പാടിക്ക് കയറാൻ പോവാണ്. ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞു. നമ്മളങ്ങനെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡും കാടിൻ്റെ വശത്ത് കൂടിയാണ് പോകുന്നത്. മുകളിൽ നല്ല കാടാണ്. അപ്പോൾ ഇനി കാഴ്ചകൾ ഭയങ്കര സുന്ദരമായിരിക്കും, ഭംഗിയുള്ളതായിരിക്കും. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ അട്ടപ്പാടിയുടെ ദൃശ്യഭംഗി കാണാൻ പോവാണ്. അതെ, അപ്പോൾ നമ്മളിങ്ങനെ അട്ടപ്പാടിയുടെ ഒരു കുറച്ച് സമയം എത്തിക്കഴിഞ്ഞു. നമ്മളിവിടെ നല്ലൊരു വ്യൂ പോയിന്റിലാണ് കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. പൊളിയാണ്. ഇത് നല്ല തണുപ്പടിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം കാഴ്ചക്കാരൊക്കെ ഉണ്ട്, കാണാൻ വരുന്നൊക്കെ ഉണ്ട്, ആളുകളുണ്ട് അവിടെ. അപ്പോൾ ഒരുപാട് സ്ഥലത്തൊക്കെ ആളുകൾ വരുന്നുണ്ട്. നല്ല വ്യൂ ആണ്. ബദറു ഫാനുണ്ടോ? തണുപ്പാനുണ്ട്? നല്ല തണുപ്പാനുണ്ട്. ഒരു രക്ഷയില്ല, ഭയങ്കര തണുപ്പാണ്. നല്ല തണുപ്പാണോ? നല്ല കാറ്റാണ്. പനിയാണ്. പനിയുള്ള സമയത്ത് പിടിച്ചുകൊണ്ട് വന്നതാണ്.
എന്തായാലും നല്ല കാഴ്ചകളാണ്. അതേപോലെ തന്നെ ഇവിടെ എൻ്റെ ബാക്കിൽ നല്ലൊരു വളവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബാക്കിൽ നിന്ന് വണ്ടികളൊക്കെ വരുന്നത് കണ്ടില്ലേ. നല്ല വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. ഇവിടുന്ന് സൈലൻറ്റ് വാലിക്ക് ഒരു 27 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ അട്ടപ്പാടി കയറുന്ന സമയത്ത് ഇത് നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ ഈ വ്യൂ പോയിൻറ്റിൽ നിങ്ങൾ വന്ന് ഈ നല്ല ഗംഭീരമായ കാഴ്ച നിങ്ങൾ കാണുന്ന പ്രതീക്ഷിക്കണം. നമ്മളങ്ങനെ അട്ടപ്പാടിയുടെ ഒരു ചെറിയൊരു ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. മുകളിലേക്ക് കയറിയിട്ടില്ല. മുക്കാലിയാ? ഇത് മുക്കാലല്ലേ? മുക്കാലി ജംഗ്ഷനിലാണ് ഞങ്ങളുള്ളത്, മുക്കാലി. അപ്പം ഇനി ഇവിടുത്തെ ഒരു ചായ കുടിച്ചിട്ട് വേണം നമുക്ക് തുടങ്ങാൻ. നല്ല അടിപൊളി ബസ്സുകളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇത് വേറെന്തോ ഒരു വണ്ടിയാണ്. ഭക്ഷണ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന വണ്ടിയാണ്. അതുപോലെ KSRTCക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇനി ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് ബാക്കി യാത്ര. പകലിൻ വാതിൽ തുറന്നേ തഴുകും മണ്ണിൻ മാറാകെ ചിരിയും നോവും കലരും വഴിയിൽ വീണ്ടും ഈ നമ്മൾ. അപ്പോൾ ഈ മുക്കാലിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഇനി മുകളിലേക്ക് പോവാണ്. ഇനി മുകളിൽ എന്താണ് കാഴ്ച? പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തായാലും മുകളിലേക്ക് നമ്മൾ യാത്ര ചെയ്യാണ്. നെഞ്ചിയമ്മേനെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മാക്സിമം നമ്മൾ കാണാൻ ശ്രമിക്കും. കാരണം എന്താ വെച്ചാൽ ഇത്ര ദൂരം വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ നെഞ്ചിയമ്മേനെ കാണാതെ പോകുന്നത് എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു കാഴ്ച നെഞ്ചിയമ്മേനെ കാണാൻ പറ്റുമോ? തെണ്ടികളെ നിക്കണം അവിടെ കേറണം. ഇപ്പൊ നമ്മള് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പൊളിയല്ലേ? സംസാരിക്കണം, കേക്കില്ല. പൊളിയല്ലേ ഡ്രൈവിംഗ് ഒക്കെ? ആർക്ക് പൊളി? എല്ലാവർക്കും പൊളിയാ. അങ്ങനത്തെ റോഡല്ലേ, പിന്നെ പൊളി തന്നെ ആവൂലേ? ചോദ്യം നടന്നു, നെഞ്ചിയമ്മേനെ കാണുമെന്നാണ്. ചാൻസ് കുറവാ. വിഷ്ണുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. വിഷ്ണു നമ്മള് നെഞ്ചിയമ്മേനെ കാണില്ലേ? കാണും. അപ്പൊ ഷെബിറൊരു പാട്ട് പാടും. ഈ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ നല്ല പാട്ടുകാരനായിരുന്നില്ലേ? പെരുന്തൽമണ്ണയ്ക്കുള്ള KSRTC ഒക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നാ പാടറാ പാടിക്കൂട്. ഈ പാട്. കോയിലാസം ആരും കാണാ മേഘം പോലെ വീണൽ കാറ്റിൻ ചൂടും പേറി ആ കര കാണാ കഥകൾ ഈ മിഴി തോരെ പടരാ. അപ്പൊ നമ്മളങ്ങനെ നെഞ്ചിയമ്മനെ കാണാൻ പോവാണ്. നമ്മളങ്ങനെ എന്തായാലും നെഞ്ചിയമ്മനെ കാണുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ വണ്ടിയിലെ വെണ്ണ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് പറഞ്ഞു അങ്ങനെ കാർത്തിക് സൂര്യ. അപ്പൊ നമ്മള് പറഞ്ഞ് അഗളി, ഞാൻ സത്യത്തില് അഗളി എത്തില്ല എന്ന് വിചാരിച്ചത്. കാരണം നമ്മളൊരു സുഹൃത്തുണ്ട് ധന്യ ചേച്ചി,
അയ്യോ ഒറ്റമൈന ഉണ്ടാറണങ്ങ ഒരടി അടിച്ചോ ഒരടി അടിക്കേ ഒരടി അടിക്കേ. അപ്പോൾ അഗളിയാണ് പുള്ളിക്കാരത്തി ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ വിളിച്ചിരുന്നു അങ്ങനെ നോക്കി എൻ്റെ ബാക്കിൽ സൈഡിൽ അഗളി ഗ്രാമപഞ്ചായത്ത് കണ്ടില്ലേ, അഗളി ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ അവിടെയാണ് സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഞങ്ങൾ അഗളിക്കൊന്നും എത്തില്ല, ഞങ്ങൾ നെഞ്ചിയമ്മനെ കണ്ടങ്ങനെ തിരിച്ചു പോകുമെന്ന് പറഞ്ഞാണ്. പക്ഷേ സോറി തന്നെ ചേച്ചി, ഞങ്ങൾ വഴി തെറ്റിയത് അഗളി വരെ എത്തി. പുള്ളിക്കാരത്തിൻ്റെ വീട് ഇവിടെ എവിടെ എങ്ങാനുണ്ടെന്ന് എനിക്കറിയാം താമസിക്കുന്നത്. ഇപ്പോൾ അപ്പം ഇനി വിളിച്ചു കഴിഞ്ഞാൽ ശരിയല്ലല്ലോ, നമ്മൾ എത്തില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ വ്ളോഗ് കണ്ടിട്ട് എന്നെ വിളിച്ചു തരുമോ പറഞ്ഞു. കുഴപ്പമില്ല. അപ്പൊ ഞങ്ങള് ഇതുവരെ വന്നപ്പോ ഇങ്ങോട്ട് വെറുതെ ചുമ്മാ കയറിയതാണ്. എന്താണ് വിശേഷം? വിശേഷല്ലേ ഇപ്പൊ ഏത് വിശേഷമാണ്? കൊറോണ കാലാണ്. ഇപ്പൊ നമുക്ക് അങ്ങനെ ഇങ്ങനെ പോകുന്നത് വരണതും മാത്രമുണ്ട്. പാട്ടക്ക് എവിടെയെങ്കിലും വിളിച്ചാൽ പോകും. ഇപ്പൊ ഈ ഇടയിലൊക്കെ ഏതോ സിനിമയിലൊക്കെ വിളിച്ചു പഠിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ ഇനി അത് അടുത്ത മാസമാണ്. അതിലൊക്കെ ഈ 2-3 ദിവസമൊക്കെ അതിൽ എനിക്ക് ഇന്റർവ്യൂ തന്നെ ആ സ്ഥലത്തിൽ വെച്ചിട്ട് നമ്മുടെ തൃശ്ശൂർക്കാരോ എന്ന് പറഞ്ഞിട്ട് 2-3 ദിവസമൊക്കെ വന്നിട്ട് അവർക്ക് അറിയാണ് എന്റെ പേറ്റെടുക്കണ വേലാണ് അവർക്ക് അതിൽ വെച്ചിട്ട്. അതെ നനക്കാറില്ലേ? ആ രാവിലെ കേട്ട പരിപാടി സത്യം പറയാച്ചാൽ എനിക്ക് വഴി തെറ്റിപ്പോയി. എന്നിട്ട് കുറച്ച് ദൂരം പോയിട്ട് അഗളി വരെ പോയിട്ട് ഞാൻ സംസ്കൃതിയുടെ രാജേഷേട്ടൻ അന്ന് വന്നില്ലേ, നമ്മള് സച്ചിയേട്ടന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പുള്ളിക്കാരനെ വിളിച്ച് ആ ഫോൺ എടുത്ത് എന്തായല്ലേ അടിപൊളി. ഞാനിപ്പോ അതിനൊക്കെ നല്ല സൂക്ഷിക്കും. അപ്പൊ അത് ഒരു 2 കമ്പ് പോയി. അതിലേക്ക് ഇപ്പൊ ഇന്നലെ ഒരു 2 കമ്പ് കൊണ്ടുവന്നു. അപ്പൊ അതിന് അടുത്ത് അറക്കണം. അറക്കിട്ട് അതിന് ഏതായാലും ഞാൻ ഉണ്ടാക്കും. നമ്മളെ പ്രിയപ്പെട്ട നെഞ്ചിയമ്മയാണ്. നെഞ്ചിയമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ എന്നെ ഓർമ്മ ഉണ്ടാവോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര ഓർമ്മയാണ് എന്നെ. കാരണം നമ്മളന്ന് കുറെ മുകളിലേക്ക് പോയി ഇന്റർവ്യൂ ഒക്കെ എടുത്തു. ഒരുപാട് സന്തോഷം. എന്തായാലും ഒരുപാട് സന്തോഷം. നമുക്ക് ആ മരം ഒന്ന് പോയി കാണാം. നിങ്ങൾ വെച്ച മരം എടുത്ത് പറയേണ്ടത് രാജേഷേട്ടനാണ്. രാജേഷേട്ടൻ നമ്മളെ സച്ചിയേട്ടൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഓർമ്മ മരം നെഞ്ചിയമ്മ ഇവിടെ ഗംഭീരമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുണ്ട്. ഏറ്റവും വലിയ സന്തോഷമാണ്. കാരണം നമ്മുടെ ഒരു വലിയ ഓർമ്മയാണ് സച്ചിയേട്ടനെ കുറിച്ച് നെഞ്ചിയമ്മയ്ക്ക് പറയുമ്പോൾ അല്ലേ. എന്തായാലും ഇനിയും ഒരുപാട് കൊറോണ ഒക്കെ കഴിഞ്ഞ് ഇനിയും ഒരുപാട് നല്ല സിനിമകളൊക്കെ തീർച്ചയായിട്ടും വരും. അപ്പൊ എന്തായാലും സന്തോഷം. ഇറങ്ങിക്കോട്ടെ. ഇനി കുറെ ആൾക്കാരൊക്കെ വരട്ടെ. അമ്മേനെ കാണുന്നൊക്കെ സന്തോഷം തന്നെ വരും. ആൾക്കാരൊക്കെ കാറുകൾ വീണുകളൊക്കെ എടുത്തിട്ട് വന്നിട്ട് കണ്ടിട്ടാണ് അവർക്ക് മോളില് കൊണ്ടുപോകണം. ഞങ്ങൾ പടം എടുത്തില്ലേ, ആ മോളില് ഏറ്റ മോളില് അവിടെ പോയാണ് അവർക്കൊക്കെ കാട്ടിട്ട് പിന്നെ തന്നെ ഇറക്കി വരണത്. കുറേ ആൾക്കാരൊക്കെ 2-3 ദിവസമൊക്കെ എനിക്ക് ഇന്റർവ്യൂ തന്നെ. തിന്നാനും കൂടി നേരം കിട്ടിയില്ല. ലോകം മൊത്തം അറിഞ്ഞതാണ്. അതാണ് നമ്മുടെ അയാളൊക്കെ ഇരുന്ന നമുക്ക് ഏതെങ്കിലും നമുക്കൊരു സന്തോഷം ഉണ്ടായി. നമുക്ക് ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ പരിപാടി വിളിക്കും. അവർ ഇപ്പൊ നമ്മുടെ പൃഥ്വിരാജക്ക് കൊറോണ ഇല്ലേ, അതുകൊണ്ടിട്ട് അവരാരും വിളിക്കില്ല കേട്ടോ. 2 മാസമായിട്ട് അവരെ വിളിക്കില്ല. അതെന്തെന്ന് അറിയില്ല. അപ്പൊ ഞാൻ ഇന്നിട്ട് പണൽച്ചാമിയൊക്കെ ചോദിച്ചു അവരൊക്കെ വിളിക്കും. അവർ വിളിക്കണ നമുക്ക് അടുത്ത മെച്ച ഷൂട്ടിംഗ് ആണെന്ന് പറഞ്ഞു. അതെ. ഇപ്പൊ അവർക്ക് ഈ അട്ടിപ്പടിയിൽ 200 പടം എടുക്കണമെന്ന് അവർക്ക് ഷൂട്ടിങ്
വരുന്നതാണ്. പൃഥ്വിരാജും വരും, വിജുമേൻ സാറും വരും. അടിപൊളി. നമ്മുടെ പ്രിയപ്പെട്ട രാജേട്ടനും വിജയേട്ടനൊക്കെ എപ്പോഴും വിളിക്കുന്നത്. എന്തായാലും സന്തോഷം. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. എനിക്കും സന്തോഷം. എല്ലാ മക്കളൊക്കെ ഇങ്ങനെ വന്ന് കണ്ടുപോകുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ കേരളം മൊത്തം, അട്ടപ്പാടി മൊത്തം എല്ലാ മക്കളും അങ്ങനെ മുന്നേറി വരണോ. എല്ലാം നിങ്ങൾ മുന്നേറിയാൽ തന്നെ എന്നെ നോക്കാൻ പറ്റും ഇല്ലേ? ഞാൻ മാത്രം മുന്നേറിയിട്ട് കാര്യമല്ലല്ലോ. എല്ലാ മക്കളും അങ്ങനെ മുന്നേറി വരണോ. എല്ലാം നിങ്ങൾ ഓരോരോ ജോലികളൊക്കെ കയറി ഞാൻ വരുമ്പോഴേക്ക് നെഞ്ചമ്മ ചേച്ചി വന്നു, ഞങ്ങളുടെ ഇതേപോലെ ഓരോരോ ജോലികൾക്കൊക്കെ കയറി എന്ന് പറയൂലേ? അങ്ങനെ വരണോ. ഏതായാലും കൊറോണ ഒക്കെ മാറി കിട്ടിയാണ് ഞാൻ എന്നെ വരും. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും കൊറോണ ഒക്കെ മാറിയിട്ട് നെഞ്ചിയമ്മയുടെ പുതിയ പാട്ടുകളും സിനിമകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. 13 പാട്ടൊക്കെ ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. 13 പാട്ട് നമ്മുടെ ശശി സാറിന്റെ കമ്പനിയിൽ പോയി കൊടുത്തിട്ടാണ് ഓന മാസത്തിലൊക്കെ വന്നത്. അവരിപ്പോൾ അതൊക്കെ മീസിങ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പം അപ്പം അത് ചെയ്താൽ നമുക്ക് ഒരു പാട്ട് അവർ ആക്കി വിടും. ഏതായാലും മൊത്തമായിട്ട് പോയി കൊടുത്തിട്ട് വന്നു. ഓക്കെ, ശരിയാണ്. പോയിട്ട് വരും കേട്ടോ. ശരിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നെഞ്ചിയമ്മനെ കണ്ടു, ഒരുപാട് സന്തോഷം. ഇതാണ് നെഞ്ചിയമ്മയുടെ വീട്. നെഞ്ചിയമ്മയുടെ വീടിൻ്റെ മുന്നിലാണ് ഞാനുള്ളത്. അപ്പോൾ എന്തായാലും നെഞ്ചിയമ്മനെ കണ്ടു, ഒരുപാട് സന്തോഷം. ഇനി നമ്മൾ നേരെ വീണ്ടും ചെർപ്പളശ്ശേരിയുടെ മണ്ണിലേക്ക്, നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഓക്കെ, കളിയും ചിരിയും ഇനി കൂടെ, ഇനി ഇത് പടരുകയായി വിടാകെ. ഇടതും വലതും ഇനി മാറി പടയുടെ മറുപടി പാട്ടൊലിയോ. തലങ്ങും വിലങ്ങും ഇനി പാടാം, ഒരു പിടി പണമൊത്ത് പല്ലഞ്ഞൊടി വാരാം. തകില് കുടല് വിളിക്കാൻ നമ്മളങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മണ്ണാർക്കാട് മാളിയേക്കൽ ഹോട്ടലിലാണ്. നമ്മളൊരു ഫേവറേറ്റ് ഹോട്ടലാണ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇവിടുത്തെ പൊറാട്ട പൊളിയാണ്. പൊറാട്ട കറി എന്താ? ഞാൻ എപ്പോഴും ഇവിടെ മണ്ണാർക്കാട് വരുമ്പോഴേ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാറില്ല. കാരണം നല്ല നല്ല ഭക്ഷണമാണ് ഇവിടെ. മണ്ണാർക്കാട് ഇരിക്കാനുള്ള സ്പേസ് ഒരു ചെറിയ കുറവുണ്ട്, സത്യമാണ്. പക്ഷേ നമ്മൾ ക്യൂ നിന്നിട്ടാണെങ്കിലും ഇവിടുന്ന് ഭക്ഷണം കഴിക്കാതെ പോകില്ല. കാരണം ഇവിടുത്തെ ഉച്ചത്തെ ഊണെന്നൊക്കെ പറയണത് പൊളിയാണ്, ഭയങ്കര സംഭവമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇവിടുത്തെ ഇക്കാനായിട്ട് ഒരുപാട് വർഷത്തെ പരിചയമാണ്. ആരിസ്കാനായിട്ട് ഒരുപാട് വർഷത്തെ പരിചയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബന്ധം ഇന്നും നിലനിർത്തി പോകും. എന്തായാലും സന്തോഷം. എന്തായാലും ഇവിടെ വന്നിട്ട് മണ്ണാർക്കാട് വന്നിട്ട് മാളിയേക്കൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ എങ്ങനെ പോകാനാണ്. ഞാൻ ഓർഡർ ചെയ്തിട്ട് എന്തായാലും പൊറോട്ട പറഞ്ഞിട്ടുണ്ട്, ചായ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ മീൻ കഷ്ണമീനാണ് കേട്ടോ. കഷ്ണമീൻ വന്നിട്ടുണ്ട്, നല്ല അടിപൊളി ബീഫ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മാളിയേക്കൽ ഹോട്ടലിലെ നമ്മുടെ സ്പെഷ്യൽ ആരിസ്ക നമുക്ക് സ്പെഷ്യൽ കുറച്ച് കറിയൊക്കെ തന്നിട്ടുണ്ട്. മീനിൻ്റെ ഒരു വേറൊരു സ്പെഷ്യൽ കറി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ. പൊളിയാണ്. ബീഫ് ഒരു രക്ഷയില്ല, കിട്ടുന്ന കാര്യമാണ്. എനിക്ക് തോന്നുന്നത് മണ്ണാർക്കാട് വന്നിട്ട് നിങ്ങൾ ഈ ഹോട്ടൽ ഒരു ദിവസമെങ്കിലും ഇവിടേക്ക് മണ്ണാർക്കാട് വരുന്നവരാണെങ്കിൽ ഈ നമ്മുടെ മാളിയേക്കൽ ആരിസ്കാൻ്റെ മാളിയേക്കൽ ഹോട്ടലിൽ നിന്ന് കയറുക. പൊളിയാണ്. ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ്. ഇവിടെ രശ്മി മെഡിക്കൽസ് ഉണ്ട്, നേരെ തൊട്ടടുത്താണ്. മലബാർ ഗോൾഡിൻ്റെ നേരെ ഓപ്പോസിറ്റ്, മണ്ണാർക്കാട് ജുമാ മസ്ജിദിന് നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, അപ്പം മറക്കണ്ട, മാളിയേക്കൽ ഹോട്ടലിൽ അടിപൊളി ഫുഡാണ്. അവിടെ ഒന്ന് കഴിക്കണം, ഒരു നേരമെങ്കിലും ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മാളിയേക്കൽ ഹോട്ടലിലാണ്. ഇത് നമ്മളെ പ്രിയപ്പെട്ട ആരിസ്കരായി പറയും. മാസ്ക് ഒന്ന് താഴ്ത്തി ആളുകൾ കാണട്ടെ. ഇത് ശരിക്കും സത്യം പറയുകയാണെങ്കിൽ 90 വർഷത്തെ സേവനമാണ് അല്ലേ? വലിയമ്മ അങ്ങനെ കുറച്ച് പാപ്പ അങ്ങനെ കുറച്ച് കാലമായിട്ടുള്ള കച്ചവടമാണ്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ബ്രദേഴ്സ്, ഞാൻ എൻ്റെ ജ്യേഷ്ഠന് വേറെ ജ്യേഷ്ഠന്
അങ്ങനെ 3-4 പേരും കൂടെ നടത്തുന്നൊരു കച്ചവടമാണ്. ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉമ്മയുണ്ട്, ഇതിൻ്റെ പുറകോട്ട് തന്നെ വീട്, അവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് എത്തിക്കാറാണ്. അടിപൊളി. സത്യം പറഞ്ഞാൽ ഞാൻ ആരിസ്ക്ക് തമ്മിൽ ഒരുപാട് വർഷത്തെ പരിചയമാണ്. നമ്മൾ ഭക്ഷണം കഴിച്ച് പരിചയപ്പെട്ട ആളുകളാണ്. അതിൽ തന്നെ നമ്മൾ ഒരു എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഒരു ദിവസം മണ്ണാർക്കാട് നമ്മൾ വരും. നമ്മൾ മാളിയേക്കൽ അവിടെ ബോർഡ് അവിടെ മാളിയേക്കൽ ഹോട്ടൽ നമ്മളെ അത് കറക്റ്റ് സ്പോട്ട് എങ്ങനെ പറയാം? മണ്ണാർക്കാട് പള്ളിപ്പടി വലിയ ജുമാ മസ്ജിദിന് മുൻവശം. മണ്ണാർക്കാട് പള്ളിപ്പടി വലിയ ജുമാ മസ്ജിദിന് എതിർവശത്തിലാണ് നമ്മൾ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് അങ്ങനെ പറയാം. ഈ വേണമെങ്കിൽ പറയുന്നത് രശ്മി മെഡിക്കൽസിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ എന്തായാലും ഇവിടെ വരുമ്പോൾ മണ്ണാർക്കാട് വരുമ്പോൾ ഇവിടുത്തെ ഒരു ഭക്ഷണം പൊറാട്ടയും ബീഫുമാണ് ഇവിടുത്തെ പ്രത്യേക സ്പെഷ്യൽ എന്ന് പറയുന്നത്. കാരണം ഷാഫിക്ക നമ്മളെ പ്രിയപ്പെട്ട പാലക്കാടിൻ്റെ MLA കാഫി പറമ്പിൽ ഒരു നേരം വന്നിട്ടാണ് പൊറാട്ടയും ബീഫും കഴിച്ചുള്ളൂ. പിന്നെ അദ്ദേഹം ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറായി തുടങ്ങി 3-4 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സന്തോഷം. അപ്പോൾ അരിക്കാൻ വേണ്ടിയും വരാം. ഓക്കെ, താങ്ക് യു. ഹലോ, അപ്പോൾ നമ്മളങ്ങനെ അട്ടപ്പാടിയുടെ ദൃശ്യഭംഗി കണ്ടു. അതേപോലെ തന്നെ നമ്മുടെ മണ്ണാർക്കാട് മാളിയേക്കലിലെ നല്ല ഭക്ഷണം കഴിച്ചു. നല്ല പൊറാട്ടയും നല്ല ബീഫും മീൻകറിയും എങ്ങനെ ഉണ്ടായിരുന്നു? ഉഷാറല്ലേ? എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. കാരണം ആരിസ്ക്കാനൊക്കെയായിട്ട് ഞാൻ ഒരുപാട് വർഷത്തെ പരിചയമാണ്. കാരണം നമ്മൾ ഓഫീസ് ചാനലുമായി ബന്ധപ്പെട്ട് ഇവിടെ വരുമ്പോൾ പുള്ളിക്കാരൻ്റെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കട്ടെ. മണ്ണാർക്കാട് തൊട്ട് മിക്ക ഹോട്ടലിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറച്ച് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് മാളിയേക്കൽ നിന്നാണ്. ഇവിടുത്തെ ഹോട്ടൽ ഞാൻ പെട്ടെന്ന് നിർത്തിയത് ഇവിടെ ഒരു ഹോട്ടലുണ്ട് ചില്ലീസ്. ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് പറയാൻ വെക്കായിരുന്നു. അപ്പോൾ എന്തായാലും ഭയങ്കര ടേസ്റ്റി ഫുഡാണ്. കാരണം നാടൻ ഫുഡാണ്. നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ഉമ്മമാർ വയ്ക്കുന്ന ആ ഒരു ബീഫിൻ്റെ ആ ചാറിൻ്റെ മുണകണ്ട് അടിച്ച് കയറും. അതാണ് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്. പിന്നെ മീൻ ചാറ് ഭയങ്കര പൊളിയാണ്, ഭയങ്കര സംഭവമാണ്. നമുക്ക് നമ്മൾ വീട്ടിലിരുന്ന് കഴിക്കുന്ന ആ ഒരു ഫീല് നമുക്ക് കിട്ടും. അതാണ് നമ്മളെ പെട്ടെന്ന് പറയേണ്ടത്, എടുത്ത് പറയേണ്ട ഒരു കാര്യം. പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാടിൻ്റെ MLA ഷാഫിക്ക ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് പൊറാട്ട ബീഫ് കഴിച്ച് വന്നു. പക്ഷെ പറയാണ് പുള്ളിക്കാരൻ 2-3 പ്രാവശ്യം വന്നത് ഇത് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. കാരണം അത്രയേറെ നല്ല ടേസ്റ്റി ഫുഡാണ്, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മണ്ണാർക്കാട് വരുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് മാളിയേക്കലിൽ വന്ന് ഭക്ഷണം കഴിക്കണം. ഞാൻ ആരിസ്ഖാൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം, ഒന്ന് വിളിച്ചിട്ട് വരണം. പിന്നെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് കുറച്ച് കൂടുതൽ ഭംഗിയായി. കാരണം നമ്മൾ നെഞ്ചിയമ്മനെ കണ്ടു, അട്ടപ്പാടിയിലെ കുറച്ച് കാഴ്ചകൾ കണ്ടു. മുഴുവനൊന്നും കാണാൻ പറ്റിയില്ല, അപ്പോൾ കുറച്ച് കാഴ്ചകൾ കണ്ടു. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ധന്യേച്ചി പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റി ആഗ്രഹം. പിന്നെ നമ്മൾ മാളിയേക്കലിലെ ഗംഭീര പൊറാട്ടയും ബീഫും നമ്മുടെ അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളങ്ങനെ കുണ്ടും കുഴിയും നിറഞ്ഞ റോട്ടിലൂടെ നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരുന്നു. വീണ്ടും മറ്റൊരു വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ ബൈ. Like, share, subscribe. Be with Beardman.